ഹായ് ഫ്രണ്ട്സ്, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റിലെ മേജർ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ഡൗ ജോൺസ് നോക്കിയാലും S&P 500 ആയാലും നാസ്ഡാക്ക് ആയാലും 0.5 മുതൽ 1% വരെയുള്ള ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് US മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള കാരണം US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം ചൈനീസ് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് മാർക്കറ്റിനെ ഡൗൺ ആക്കിയത്. 155% ഒരു താരിഫ് ചൈനക്കെതിരെ ഏർപ്പെടുത്തുമെന്നുള്ള, അത് നവംബർ 1 മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുമുള്ള ഒരു അനൗൺസ്മെന്റ് അദ്ദേഹം നടത്തിയിരുന്നു. അത് മൊത്തത്തിൽ മാർക്കറ്റിനെ ഡൗൺ ആക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യൂവിനിടയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ചില പോസിറ്റീവ് ന്യൂസുകൾ വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവായിരുന്നു. 15 മുതൽ 16% വരെയുള്ള ഒരു താരിഫ് ആയിരിക്കും ഇന്ത്യക്ക് മേൽ വരിക എന്ന ഒരു ന്യൂസ് വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി 26,300 എത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രകടനം മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളെ അത് വാനോളം ഉയർത്തിയിരുന്നു. അത് കൂടാതെ തന്നെ ഡൊമസ്റ്റിക് ന്യൂസും വളരെ പോസിറ്റീവായിരുന്നു. ദീപാവലി സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റ കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് പുറത്തുവിട്ടിരുന്നു. ആ ഡാറ്റയിൽ പറയുന്നത് 5.4 ലക്ഷം കോടിയുടെ ഗുഡ്സ് സെയിൽസും 65,000 കോടിയുടെ സർവീസ് സെയിൽസും അടക്കം 6.05 ലക്ഷം കോടിയുടെ ഒരു വിറ്റുവരവാണ് ദീപാവലി ഫെസ്റ്റിവൽ സെയിൽസിൽ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സെയിൽസ് ജമ്പ് 25% ഒരു ജമ്പാണ്. കഴിഞ്ഞ വർഷത്തെ 4.25 ലക്ഷത്തിന്റെ ആ ഒരു സെയിൽസിനെ വലിയ തോതിൽ മറികടന്നുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ദീപാവലി സെയിൽസ് ഡാറ്റ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോർപ്പറേറ്റ് ഏർണിങ്സിന് വലിയ തോതിൽ ബൂസ്റ്റ് ചെയ്യുമെന്നും ഇപ്പോൾ പല കമ്പനികളുടെയും സെയിൽസ് റെക്കോർഡ് ലെവലിലേക്ക് എത്തുമെന്നും ഉള്ള ഒരു സ്പെക്കുലേഷൻ അതും നമ്മുടെ മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ 26,000 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എല്ലാവരും പ്രതീക്ഷിച്ചു. അതുപോലെ നടക്കുകയും ചെയ്തു. അത് ഒരു ഘട്ടത്തിൽ 26,104 എന്ന ലെവൽ വരെ പോവുകയുണ്ടായി. അപ്പോൾ പുതിയ ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് നമുക്ക് കാണാൻ പറ്റും അവസാന ട്രേഡിംഗ് ടൈമിലൊക്കെ വമ്പിച്ച സെൽ ഓഫ് ആണ് മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം 200 പോയിന്റോളം താഴത്തേക്ക് വന്നുകൊണ്ട് 25,858 എന്ന ഒരു പഴയ ലെവലിലേക്ക് തന്നെ നിഫ്റ്റി തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ആകെ ഒരു 20 പോയിന്റിന്റെ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്നുണ്ടായത്. നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ FIAസിന്റെ ബൈങ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ നെറ്റ് ബയേഴ്സ് ആണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് പൊസിഷൻസ് കവർ ചെയ്യാനുള്ള ഒരു റാലി മാത്രമാണ് ഇതെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അതിന് അടിവരയിടുന്ന രീതിയിലുള്ള ഒരു സെൽ ഓഫ് ആണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇന്നത്തെ FIDA ഡാറ്റ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവിടെ തീർച്ചയായിട്ടും FIAസിൻ്റെ സെല്ലിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ഏർലി ട്രേഡിൽ ഉണ്ടായ ആ ഒരു ജമ്പ് മറ്റ് ബ്രോഡർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 42% സ്റ്റോക്കുകൾ ഇന്ന് അഡ്വാൻസ് ചെയ്തപ്പോൾ 54% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്യാനുണ്ടായത്. പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് ഉണ്ടായത്. അപ്പോൾ ഇന്ന് കാര്യമായൊരു മൂവ് ഉണ്ടായത് IT സ്റ്റോക്കുകളിലാണ്. IT ഇൻഡെക്സിൽ മാത്രമാണ് 2% മുകളിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടായത്. ബാക്കി എല്ലാ സെക്ടറുകളും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകളിൽ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസ് വെച്ച് ബാക്കി 9 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അവിടെ എടുത്തു പറയേണ്ടത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസിന്റെ ബൈബാക്ക്, പ്രത്യേകിച്ച് അവർ 10 കോടി ഷെയറുകൾ, ഏകദേശം അവരുടെ മൊത്തം ഇക്വിറ്റി ക്യാപിറ്റലിന്റെ 2.41% 1,800 രൂപ പെർ ഷെയർ വെച്ചിട്ട് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം 18,000 കോടിയോളമുള്ള ഒരു ബൈബാക്കാണ്. എന്നാൽ ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു വാർത്ത, NR നാരായണമൂർത്തിയും അതുപോലെ നന്ദൻ നിലേഖാനിയും സുധാമൂർത്തിയും അവരൊക്കെ പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ അവരൊന്നും ഈ ഒരു ബൈബാക്കിൽ പങ്കെടുക്കില്ല എന്ന ഒരു അനൗൺസ്മെന്റ് വരികയുണ്ടായി. അത് ഒഫീഷ്യലായിട്ട് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. കാരണം പ്രൊമോട്ടേഴ്സ് അവരുടെ ഷെയർ വിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കമ്പനിയിലുള്ള ലോങ് ടേം വിശ്വാസമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ പ്രൊമോട്ടേഴ്സ് പിന്മാറിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ബൈബാക്കിൻ്റെ എല്ലാ ഗുണങ്ങളും പബ്ലിക്കിന് ലഭിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഈ 18,000 കോടിയുടെ ആ ഒരു പൂൾ മുഴുവനായിട്ട് നോൺ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കും എന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഫോസിസ് ഏകദേശം 4% ഒരു മൂവ് നടത്തിയതായിട്ട് കാണാം. അതുപോലെ ഇന്ന് കാണുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഗോൾഡും സിൽവറുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കഴിഞ്ഞ 2 ട്രേഡിംഗ് ഡേയിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ക്രാഷ് അതിപ്പോൾ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ലെവലിൽ എത്തിയതായിട്ട് കാണാം. 4,107 പെർ ഔൺസ് എന്നുള്ള ലെവലിലാണ് കാണാൻ കഴിയുക. അതേപോലെ സിൽവർ
48.97 പെർ ഔൺസ് എന്നുള്ള ലെവലിലാണ് കാണുക. അപ്പോൾ ഗ്ലോബൽ ഗോൾഡ് പ്രൈസും സിൽവർ പ്രൈസും സ്റ്റെബിലൈസ് ആകുന്നതിൻ്റെ ഒരു ലക്ഷണം നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഗോൾഡ് ETF ആയിട്ടുള്ള ഗോൾഡ് ബീസിൻ്റെ ഇൻഡിക്കേറ്റീവ് NAV അഥവാ INAV നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 102.25 എന്ന ലെവലിലാണ് കാണുക. എന്നാൽ ഗോൾഡ് ബീസിൻ്റെ ETF ഇന്ന് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്ത ക്ലോസിംഗ് പ്രൈസ് നമ്മൾ NSEയിൽ കാണുന്നത് 101.8 ആണ്. അവിടെ 3.89% ഒരു ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സിൽവർ ETF-ലും ഇതേപോലെ കാണാം. INAV-യേക്കാൾ താഴെയാണ് സിൽവർ ETF-ഉം ഇന്ന് ട്രേഡ് ചെയ്തത്. 145.17 എന്നതാണ് INAV. അതിൽ താഴെ 141.9 എന്ന ലെവലിലാണ് സിൽവർ ETF-ഉം ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ETF-കളുടെ ആ ഒരു ഡിമാൻഡ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് അതിൻ്റെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതുകൂടാതെ ഇന്ത്യൻ റുപ്പിയും ഇന്ന് ചെറിയ തോതിൽ റിക്കവറി നടത്തിയതായിട്ട് കാണാം. 87.89 എന്നുള്ള ലെവലിലാണ് നമുക്ക് ഇന്ത്യൻ റുപ്പി ഇന്ന് ട്രേഡ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഇന്ന് മാർക്കറ്റിൽ സഡൻ ആയിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സെൽ ഓഫിന് ഒരു കാരണമായിട്ട് കാണുന്നത് ഒന്ന് ട്രംപും പുടിനും തമ്മിലുള്ള തർക്കമാണ്. ട്രംപും പുടിനും തമ്മിലുള്ള ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നെങ്കിലും അത് ട്രംപ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ പുടിൻ്റെ തെറ്റായ സമീപനമാണെന്നാണ്. അതുകൂടാതെ പുടിൻ വലിയ തോതിൽ ഉക്രൈൻ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ US വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ റഷ്യക്കെതിരെ എടുത്തിരിക്കുകയാണ്. അവരുടെ 2 പ്രധാനപ്പെട്ട ബിഗ് ഓയിൽ കമ്പനികളെ മെഗാ സാങ്ഷൻസ് കൊണ്ട് ബ്ലോക്ക് ചെയ്യാനാണ് അമേരിക്ക തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓയിൽ പ്രൈസിൽ വമ്പിച്ച ഒരു ഷൂട്ടപ്പ് കാണാൻ പറ്റും. ബ്രണ്ട് ക്രൂഡും WTI ക്രൂഡും വൻതോതിൽ ഉയർന്നിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് മലേഷ്യയിൽ നടക്കുന്ന ഏഷ്യൻ സമ്മിറ്റിൽ ട്രംപ് പങ്കെടുക്കുമെന്നും അവിടെ ട്രംപും മോഡിയും തമ്മിലുള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്നും പൊതുവെ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ മീറ്റിംഗും ഉണ്ടാവുകയില്ല എന്ന ന്യൂസും വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു ക്യൂസ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇന്ത്യ US ട്രേഡിൽ ഇന്നലെ വന്ന ആ വാർത്തകൾ റിപ്പോർട്ടുകൾ മാത്രമാണ്. അതൊരിക്കലും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇന്ന് വന്നിരുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത നിലനിൽക്കില്ല എന്ന ഒരു അടിസ്ഥാനം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം അതിനെതിരെയാണ് ട്രംപിൻ്റെ ആക്ഷൻസ് ഒക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാവാം അവിടെ മാർക്കറ്റിൽ നിന്ന് താഴോട്ടേക്ക് വന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 4 കമ്പനികളെ നോക്കാം. അവരുടെ സോളിഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽസ് ഉണ്ട്. കൂടാതെ വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡും അവർക്കുണ്ട്. അതുകൂടാതെ ഹിസ്റ്റോറിക്കലി ഹൈ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്ത ആ സ്റ്റോക്കുകൾ ഇപ്പോൾ വാല്യുവേഷൻ അതിൻ്റെ 5 വർഷത്തെ മീഡിയം പിയേക്കാൾ താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻ വളരെ റയറായിട്ടാണ് നമുക്ക് നല്ല സ്റ്റോക്കുകളിൽ ലഭിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെക്കറേറ്റീവ് പെയിൻറ്റ് ഓർഗനൈസേഷനാണ് ഏഷ്യൻ പെയിൻറ്റ്. ഇതിൻ്റെ 5 ഇയേഴ്സിൻ്റെ PE 71.9 ആണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ PE 62.4 ആണ്. ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോകൾ നോക്കിക്കഴിഞ്ഞാൽ ROC 25.7ഉം ROE 20.6ഉം ആണ്. മറ്റൊരു സ്റ്റോക്ക് ട്രെൻഡാണ്. കുറേ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായിട്ടുള്ള ട്രെൻഡ് ലിമിറ്റഡ്. ഇവർ വെസ്റ്റ് സൈഡ്, സുഡിയോ, സ്റ്റാർ, ലാൻഡ്മാർക്ക് പോലെയുള്ള റീറ്റെയിൽ ഫോർമാറ്റിൽ ബിസിനസ് ചെയ്യുന്ന ട്രെൻഡിൻ്റെ 5 ഇയേഴ്സിൻ്റെ മീഡിയം PE 162 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള PE ആയിരുന്നു. അതിപ്പോൾ ഏകദേശം 108 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ROC 30% കൂടുതലും ROE 30% കൂടുതലും നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. ഇത് ഇന്ത്യയിലെ ലീഡിംഗ് അഡീസീവ്, സീലൻസ്, കൺസ്ട്രക്ഷൻ കെമിക്കൽ, അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിലും കൺസ്യൂമർ സെഗ്മെൻറ്റിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 70 എന്ന ലെവലാണ്. ഇതിൻ്റെ 5 ഇയേഴ്സിൻ്റെ മീഡിയം PE 90 എന്ന ലെവലായിരുന്നു. ഈ സ്റ്റോക്കിൻ്റെയും ROC 29.8ഉം ROE 23ഉം ആണ്. ശക്തമായ ഫണ്ടമെൻ്റൽസ് ആണ് ഈ സ്റ്റോക്കിനുള്ളത്. മറ്റൊരു സ്റ്റോക്ക് വരുൺ ബീവറേജസ് ആണ്. പെപ്സിയുടെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബോട്ട്ലറായിട്ടുള്ള വരുൺ ബീവറേജസ്. അതിൻ്റെ 5 ഇയേഴ്സിൻ്റെ മീഡിയൻ PE എന്ന് പറയുന്നത് 64.2 ആണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE 55 എന്ന ലെവലിലാണ്. ROC 24ഉം ROE 22 ഉള്ള ശക്തമായ ഫണ്ടമെൻ്റൽസുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഇതും. അപ്പോൾ ഈ ഒരു 4 സ്റ്റോക്കുകൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യുവേഷനിൽ താഴെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. പൊട്ടൻഷ്യൽ റിസ്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ലോങ് ടേം ഹോൾഡിങ്ങിന് മാനസികമായി തയ്യാറെടുത്ത വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങളുടെ പഠനത്തെ വിടുകയാണ്. ഇനി വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള മറ്റൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം വരെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ 2024 തുടക്കത്തിൽ ഏകദേശം 15 രൂപയിൽ ട്രേഡ് ചെയ്ത ഒരു ഷെയറായിരുന്നു. അതാണ് RRP സെമി കണ്ടക്ടർ. ഇപ്പോൾ ഒക്ടോബർ 2025 ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ കാണുന്നത് 9,500 മുകളിലാണ്. ഏകദേശം 63,000% ഒരു ഗെയിനാണ്
18 മാസങ്ങൾ കൊണ്ട് ഈ സ്റ്റോക്ക് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 12,750 എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര വലിയൊരു ജമ്പ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല വിധത്തിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റികൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ എൻവിഡിയ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് സ്കൈ റോക്കറ്റ് ചെയ്യാനുള്ള 2 പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇവർ പടച്ചു വിടുകയുണ്ടായി. അതിലൊന്ന്, മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇവർക്ക് ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി ഉണ്ടാക്കാനുള്ള ലാൻഡ് അനുവദിച്ചു എന്നും അതുകൂടാതെ പല സെലിബ്രിറ്റികളും ഈ സ്റ്റോക്കിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് വാർത്തകൾ. അതിലൊന്ന്, ക്രിക്കറ്റ് ലെജൻഡായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് സോഷ്യൽ മീഡിയകളിലും മറ്റ് മീഡിയകളിലും ശക്തമായ വാർത്ത വന്നിരുന്നു. എന്നാൽ ഇതിലൊന്നും കമ്പനിക്ക് പങ്കില്ല. കമ്പനി ഇതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയുണ്ടായി. കാരണം അത്തരത്തിലുള്ള ലാൻഡ് ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല എന്നും ടെണ്ടുൽക്കർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുമൊക്കെ കമ്പനി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ 2% താഴെ മാത്രമുള്ള പ്രൊമോട്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കി 98% പബ്ലിക്കാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ പമ്പ് ആൻഡ് ഡംപ് സ്കീം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഈ രീതിയിൽ മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ ഇതിപ്പോൾ BSE തിരിച്ചറിഞ്ഞുകൊണ്ട് BSE ഓൾറെഡി പല വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഈ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ESM മെഷേഴ്സിലേക്ക് BSE ഓൾറെഡി കൊണ്ടുവന്നിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ ഇനി ഇൻട്രാഡേ അനുവദിക്കില്ല. അതുപോലെ മാർജിൻ 100% വേണ്ടി വരും. അതുപോലെ ഇതിൻ്റെ ഡെയിലി പ്രൈസ് മൂവ്മെൻറ്റ് 2% എന്നുള്ള പ്രൈസ് ബാൻഡിലേക്ക് ഒതുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2% ക്യാരി കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പർ സർക്യൂട്ടിലാവും. ഇന്നും നമുക്ക് കാണാൻ കഴിയും ഇത്രയൊക്കെ നിയന്ത്രണങ്ങളും ഇത്രയൊക്കെ ഈ സ്റ്റോക്കിനെ പറ്റി വിശദീകരണങ്ങൾ വന്നിട്ട് പോലും ഈ സ്റ്റോക്ക് ഇന്നും അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 2%. ഇപ്പോൾ 9,667 എന്ന പ്രൈസിൽ നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരിയ തോതിലുള്ള ഒരു സെയിൽസ് ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു. 38 ലക്ഷം മാത്രം വിറ്റുവരവുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് 31 കോടിയിലേക്ക് അതിൻ്റെ സെയിൽസ് വർദ്ധിച്ചിരുന്നു. അപ്പോൾ ഏകദേശം 6 കോടിയുടെ ഒരു പ്രോഫിറ്റും ഈ കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല നേട്ടം തന്നെയാണ്. അതുപോലെ ഇവർ സെമി കണ്ടക്ടർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. സ്റ്റേറ്റിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ കമ്പനി ആയിട്ടാണ്. പ്രത്യേകിച്ച് ഹൈ പ്രിസിഷൻ ചിപ്പ് പാക്കേജിങ് ആണ് ഇവരുടെ സ്പെഷ്യലൈസേഷൻ എന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രചരണം. ഇപ്പോൾ ഏകദേശം 6.5 കോടിയുടെ ചിപ്പ് ഇവർ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ ക്ലെയിം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കമ്പനിയുടെ ഗ്രോത്ത് വളരെ ഇമ്പ്രസീവ് ആണ്. എന്നാൽ 12,000 കോടി മാർക്കറ്റ് ക്യാപ്പിൽ എത്താനുള്ള ആ ഒരു ഫൈനാൻഷ്യൽസ് ഈ സ്റ്റോക്കിലില്ല. ഇപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാൾ 700 ടൈംസ് അധികമായിട്ടാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് മേക്കേഴ്സിന് പോലും ആ രീതിയിലുള്ള ഒരു ഹൈപ്പ് സ്വാഭാവികമായിട്ട് കിട്ടുകയില്ല. ഇതുകൂടാതെ ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ചേഞ്ചുകളും അതുപോലെ ഓഡിറ്റിങ്ങിൽ പല വിധത്തിലുള്ള പുവർ ഓഡിറ്റിംഗ് ട്രാൻസ്പെറൻസിയാണ് ഇവർക്കുള്ളത്. കൂടാതെ കോർപ്പറേറ്റ് ഗവേണൻസ് വളരെ വീക്കാണ്. പ്രൊമോട്ടേഴ്സ് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2% താഴെയുള്ളൂ. അതുകൂടാതെ ഇവരുടെ റിസീവബിൾസ് അൺകളക്റ്റഡ് ആയിട്ട് മാസങ്ങളോളം നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പമ്പ് ആൻഡ് ഡംപ് നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇവിടെ വോളിയം വളരെ കുറവാണെന്ന് കാണാം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തൊരു കമ്പനിയാണിത്. ഇപ്പോൾ 99% ലോക്കായി കിടക്കുന്ന ഈ കമ്പനിയിൽ ആകെ ഒരു 4,000 ഷെയറുകളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നിന്നും വളരെ അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം നിലവിൽ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല, അപ്പർ സർക്യൂട്ടിലാണ്. ഇനി അത് എൻ്റർ ചെയ്തവർക്ക് ഇറങ്ങാനും പറ്റാത്ത വിധത്തിലുള്ള അവർ ഈ സർക്യൂട്ടിൽ ബ്ലോക്കായി കിടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.